KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. അറബി ഭാഷയെ അവമതിക്കാൻ അനുവദിക്കില്ലെന്ന് അലിഫ് ഇന്റർനാഷണൽ അറബിക് സമ്മിറ്റ്. സ്നേഹമാണ് വിശ്വാസം മർക്കസ് കോഴിക്കോട്ട് സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര മീലാദ് കോൺഫറൻസിന് രൂപമായി. നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയയും രാഹുലും കോടതിയിൽ ഹാജരായി ജാമ്യം ലഭിച്ചു. വിദ്യാർത്ഥിനികൾക്ക് നേരെ അതിക്രമം. കാലിക്കറ്റ് സർവകലാശാലയിലെ 8 വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തു. കൈക്കൂലി ആരോപണം. കരിപ്പൂർ കസ്റ്റംസ് സൂപ്രണ്ടിനെ സ്ഥലം മാറ്റി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഡൽഹിയിൽ. സന്ദർശനം വ്യക്തിപരമെന്ന വിശദീകരണം. ഓൺലൈൻ സംവിധാനം പണിമുടക്കി. പാസ്പോർട്ടിന് അപേക്ഷിക്കാനാവാതെ ആയിരക്കണക്കിന് അപേക്ഷകർ. ധർമ്മപതാകയേന്തുക എന്ന സന്ദേശത്തിൽ നടക്കുന്ന SYS സോൺ തല പുനഃസംഘടനയ്ക്ക് നാളെ തുടക്കമാകും. മർക്കസ് ഓർഫൻ കെയർ പദ്ധതി 20 ലക്ഷത്തിന്റെ ഫണ്ട് വിതരണം ചെയ്തു. വാർത്തകൾ വിശദമായി. നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി, ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി എന്നിവർക്ക് ഉപാധികളില്ലാതെ ജാമ്യം അനുവദിച്ചു. 50,000 രൂപയുടെ സ്വന്തം ബോണ്ടിലാണ് ജാമ്യം അനുവദിച്ചത്. കേസിൽ പ്രതി ചേർക്കപ്പെട്ട മോത്തിലാൽ വോറ, ഓസ്കർ ഫെർണാണ്ടസ്, സുമൻ ദുബൈ, സാം പിത്രോദ എന്നിവർക്കും കോടതി ജാമ്യം അനുവദിച്ചു. കേസ് ഫെബ്രുവരി 20 വീണ്ടും പരിഗണിക്കും. നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ ആസ്തി കൈയടക്കാൻ ക്രമക്കേട് കാട്ടിയെന്ന് ആരോപിച്ച് BJP നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി നൽകിയ ഹർജി പരിഗണിച്ച് സോണിയയ്ക്കും രാഹുലിനുമെതിരെ കോടതി സമൻസ് അയച്ചിരുന്നു. ഇത് ചോദ്യം ചെയ്ത് നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളിയതിനെ തുടർന്നാണ് ഇരുവരും വിചാരണ കോടതിയിൽ ഹാജരായത്. അസുഖബാധിതനായതിനാൽ കോടതിയിൽ ഹാജരാവുന്നതിൽ നിന്ന് സാം പിത്രോദയെ ഒഴിവാക്കിയിരുന്നു. സോണിയയ്ക്കും രാഹുലിനും വേണ്ടി കോൺഗ്രസ് നേതാവും അഭിഭാഷകനുമായ കപിൽ സിബലാണ് കോടതിയിൽ ഹാജരായത്. സോണിയയുടെ പാസ്പോർട്ട് പിടിച്ചുവെക്കണമെന്നും വിദേശയാത്രയിൽ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നുമുള്ള സുബ്രഹ്മണ്യൻ സ്വാമിയുടെ വാദം കോടതി തള്ളി. ജാമ്യത്തിന് ശക്തമായ ഉപാധികൾ വേണമെന്നായിരുന്നു സുബ്രഹ്മണ്യൻ സ്വാമിയുടെ വാദം. ഇരു നേതാക്കളും രാജ്യത്തെ പ്രമുഖ വ്യക്തികളാണെന്നും രാഷ്ട്രീയമായ അടിവേരുകളുള്ള ഇവർ രാജ്യം വിട്ടുപോകുമെന്ന് സംശയിക്കാൻ കഴിയില്ലെന്നും കോടതി വ്യക്തമാക്കി. 2:55 ആരംഭിച്ച കോടതി നടപടികൾ 5 മിനിറ്റ് മാത്രമാണ് നീണ്ടത്. ഫെബ്രുവരി 20 വീണ്ടും ഹാജരാവുന്നതിന് കോൺഗ്രസ് നേതാക്കൾ തടസ്സവാദം ഉന്നയിച്ചിട്ടില്ല. സോണിയയ്ക്കു വേണ്ടി മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും രാഹുലിനു വേണ്ടി സഹോദരി പ്രിയങ്ക ഗാന്ധിയുമാണ് ജാമ്യം നിന്നത്. മോത്തിലാൽ വോറയ്ക്കു വേണ്ടി അജയ് മാക്കനും, സുമൻ ദുബൈക്കു വേണ്ടി മല്ലികാർജുൻ ഖാർഗെയും, ഓസ്കർ ഫെർണാണ്ടസിനു വേണ്ടി ഗുലാം നബി ആസാദും ജാമ്യം നിന്നു. തങ്ങൾക്കായി ഒരുക്കിയിരുന്ന പ്രത്യേക കവാടം ഒഴിവാക്കി സോണിയയും രാഹുലും നടന്നാണ് കോടതി മുറിയിലേക്ക് കടന്നത്. കനത്ത സുരക്ഷയാണ് പാട്യാല ഹൌസ് കോടതി വളപ്പിൽ ഒരുക്കിയിരുന്നത്. കത്ത് വിവാദം കേരളത്തിൽ കത്തുന്നതിനിടെ മന്ത്രി രമേശ് ചെന്നിത്തല ഡൽഹിയിലെത്തിയത് രാഷ്ട്രീയ ചർച്ചകൾക്കല്ലെന്നും സ്വകാര്യ ആവശ്യങ്ങൾക്കാണെന്നും ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞു. കത്തിനെക്കുറിച്ച് പറയാനുള്ളത് KPCCയിൽ പറഞ്ഞിട്ടുണ്ടെന്നും അക്കാര്യങ്ങൾ പുറത്തു പറയാൻ താൽപര്യമില്ലെന്നും ചെന്നിത്തല വ്യക്തമാക്കി. നിശ്ചയിച്ചതിലും നേരത്തെ ഡൽഹി സന്ദർശിക്കുന്നത് വ്യക്തിപരമാണെന്ന് രമേശ് ചെന്നിത്തല വിശദീകരിക്കുന്നുണ്ടെങ്കിലും കത്ത് വിവാദം ഉൾപ്പെടെ കാര്യങ്ങൾ പാർട്ടി ദേശീയ നേതൃത്വവുമായി സംസാരിക്കുമെന്നാണ് അറിയുന്നത്. അതിനിടെ താൻ കത്ത് അയച്ചിട്ടില്ലെന്ന് രമേശ് ചെന്നിത്തല ആവർത്തിച്ച് പറയുന്നതിനിടെ കത്ത് കിട്ടിയെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് അറിയിച്ചു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിദേശത്ത് പോകുന്നതിനാൽ ഡിസംബർ 28 വരെ അവധിയിൽ പ്രവേശിച്ചു. വൈദ്യുതി മന്ത്രി ആര്യാടൻ മുഹമ്മദ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല നിർവഹിക്കും. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം AK ആന്റണിയോടൊപ്പം ചെന്നിത്തല അമേരിക്കയിലേക്കാണ് പോകുന്നത്. ആന്റണിയുടെ ചികിത്സാർത്ഥമാണ് യാത്ര. ഇന്ന് രാത്രി ഡൽഹിയിൽ നിന്ന് പുറപ്പെടും. 28 വരെയുള്ള ചെന്നിത്തലയുടെ പരിപാടികൾ മാറ്റിവെച്ചതായി അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിച്ചു. ഓൺലൈൻ സംവിധാനം പണിമുടക്കിയതോടെ പാസ്പോർട്ടിന് അപേക്ഷിക്കാനാവാതെ ആയിരക്കണക്കിന് അപേക്ഷകർ. എമിഗ്രേഷൻ ക്ലിയറൻസും PCCയും മുടങ്ങിയതോടെ വിസ ലഭിച്ചവരുടെയും യാത്ര മുടങ്ങുകയാണ്. വിശദമായ റിപ്പോർട്ടിലേക്ക്. ഓൺലൈൻ വഴി പാസ്പോർട്ട് അപേക്ഷാ ഫീസ് അടക്കുന്നതിന് തടസ്സം നേരിട്ടതോടെ ആയിരക്കണക്കിന് അപേക്ഷകർ ദുരിതത്തിലായി. 4 ദിവസമായി തുടരുന്ന സാങ്കേതിക തടസ്സം പരിഹരിക്കാനായിട്ടില്ല. തുടർന്നുള്ളത് 2 അവധി ദിവസങ്ങൾ കൂടിയായതിനാൽ തടസ്സം പരിഹരിക്കപ്പെട്ടാലും ഇനി തിങ്കളാഴ്ച മാത്രമായിരിക്കും അപേക്ഷകർക്ക് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളിൽ എത്താൻ കഴിയൂ.
പാസ്പോർട്ട് പുതുക്കൽ, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, എമിഗ്രേഷൻ ക്ലിയറൻസ് മുദ്രണം എന്നിവയും മുടങ്ങിയിട്ടുണ്ട്. 4 ദിവസമായി രാജ്യത്താകമാനമുള്ള തകരാറിനെക്കുറിച്ച് അധികൃതർ പ്രതികരിച്ചിട്ടില്ല. തിരുവനന്തപുരം, കൊച്ചി, മലപ്പുറം, കോഴിക്കോട് പാസ്പോർട്ട് ഓഫീസുകളുടെ കീഴിലുള്ള സേവാ കേന്ദ്രങ്ങൾ വഴി ദിനംപ്രതി ശരാശരി 1200 പുതിയ പാസ്പോർട്ട് അപേക്ഷകളാണ് സമർപ്പിക്കപ്പെടുന്നത്. കുവൈത്ത് വിസ പാസ്പോർട്ടിൽ മുദ്രണം ചെയ്യുന്നതിന് പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് അനുവദിക്കുന്ന പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൂടി സമർപ്പിക്കണം. എമിഗ്രേഷൻ ക്ലിയറൻസ് ആവശ്യമുണ്ട് എന്ന് രേഖപ്പെടുത്തിയ പാസ്പോർട്ടുകളിൽ നിന്ന് ഈ മുദ്രണം നീക്കിയാലേ തൊഴിൽ വിസ ലഭിച്ചവർക്ക് യാത്ര സാധ്യമാവുകയുള്ളൂ. ഇതിലും പുതിയ പാസ്പോർട്ടിനാണ് അപേക്ഷിക്കേണ്ടത്. ഇതോടെ തൊഴിൽ വിസ ലഭിച്ച് ടിക്കറ്റ് റിസർവ് ചെയ്തവർക്കും എമിഗ്രേഷൻ ക്ലിയറൻസിന് അപേക്ഷിക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണ്. പാസ്പോർട്ടിന് ഓൺലൈൻ സംവിധാനം 2012 മാർച്ച് മുതലാണ് നടപ്പാക്കിയത്. ഇതോടെ മുഴുവൻ അപേക്ഷകളും സേവാ കേന്ദ്രങ്ങൾ വഴിയായി. പാസ്പോർട്ട് പ്രിന്റ് ചെയ്ത് ലാമിനേഷൻ പൂർത്തിയാക്കി നൽകുന്ന ചുമതല മാത്രമാണ് ഇപ്പോൾ പാസ്പോർട്ട് ഓഫീസുകൾക്കുള്ളത്. ഓൺലൈനിലൂടെ അപേക്ഷ പൂരിപ്പിച്ച് പ്രിന്റ് എടുത്ത് ദേശസാൽകൃത ബാങ്ക് വഴി പാസ്പോർട്ട് ഫീസ് അടക്കാനുള്ള സംവിധാനം നേരത്തെ നിലവിലുണ്ട്. ഇതിന് കാലതാമസം വരുന്നതിനാൽ അപേക്ഷകർ ഈ രീതി അവലംബിക്കാറില്ല. സാങ്കേതിക തകരാറിന് ഉടൻ പരിഹാരമാവുമെന്ന പ്രതീക്ഷയിൽ ഈ സംവിധാനം ഇപ്പോഴും ആളുകൾ ഉപയോഗപ്പെടുത്തുന്നില്ല. KMIC ന്യൂസിനു വേണ്ടി കരീം ഏലംകുളം. കാലിക്കറ്റ് സർവകലാശാലയിലെ അതിക്രമത്തിൽ 8 വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തു. സൈക്കോളജി, ഫോർക്ലോർ പഠന വിഭാഗങ്ങളിലെ ഉണ്ണികൃഷ്ണൻ, സാബിർ, രജീഷ് ലാൽ, രജീഷ്, സൌമിത്ത്, അജ്നാസ്, വിഷ്ണു, അഭിലാഷ് എന്നീ വിദ്യാർത്ഥികൾക്കെതിരെയാണ് തേഞ്ഞിപ്പലം പോലീസ് കേസെടുത്തത്. മുൻ VC ഡോക്ടർ M. അബ്ദുൽസലാമിന്റെ കാലത്ത് കായിക വിഭാഗം സാശ്രയ വിദ്യാർത്ഥികൾക്ക് റെഗുലർ ഹോസ്റ്റൽ അനുവദിക്കുന്നതിനെതിരെ SFIയുടെ നേതൃത്വത്തിൽ ക്യാമ്പസിൽ നിരാഹാര സമരം അടക്കമുള്ള പ്രതിഷേധ പരിപാടികൾ അരങ്ങേറിയിരുന്നു. ഈ സമയത്ത് നടന്ന അതിക്രമം ചൂണ്ടിക്കാട്ടി കായിക വിഭാഗത്തിലെ 4 വിദ്യാർത്ഥിനികൾ സർവകലാശാല രജിസ്ട്രാർക്ക് അന്ന് പരാതി നൽകിയിരുന്നു. ഈ പരാതിയാണ് തുടർ നടപടികൾക്കായി രജിസ്ട്രാർ തേഞ്ഞിപ്പലം പോലീസിന് വെള്ളിയാഴ്ച കൈമാറിയത്. സർവകലാശാല ഹോസ്റ്റലിന് പുറത്തുവച്ച് കുരുമുളക് സ്പ്രേ അടിച്ച ശേഷം 8 പേർ ചേർന്ന് മർദ്ദിക്കാൻ ശ്രമിച്ചെന്നാണ് വിദ്യാർത്ഥിനികളുടെ പരാതി. കാലിക്കറ്റ് സർവകലാശാലയിൽ വിദ്യാർത്ഥികൾക്ക് നേരെ അതിക്രമം നടന്ന സംഭവത്തിൽ വൈസ് ചാൻസലറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടതായി വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബ്. റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കും. പെൺകുട്ടികൾക്ക് നേരെയുള്ള അതിക്രമം ന്യായീകരിക്കാനാവില്ലെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. അതിക്രമങ്ങൾക്കെതിരെ സർവകലാശാല ക്യാമ്പസിൽ വെള്ളിയാഴ്ച വിദ്യാർത്ഥിനികൾ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ആകാശം മുട്ടെ പ്രതിഷേധം എന്ന പേരിലാണ് വിദ്യാർത്ഥിനികൾ പ്രതിഷേധിച്ചത്. പരാതികൾ കെട്ടിത്തൂക്കിയ ബലൂണുകൾ ആകാശത്തേക്ക് പറത്തിക്കൊണ്ടായിരുന്നു സമരം. വിദ്യാർത്ഥിനികളുടെ പരാതിയിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ K. മുഹമ്മദ് ബഷീർ മാധ്യമങ്ങളെ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. പ്രവാസികളിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്നു എന്ന പരാതിയിൽ കരിപ്പൂർ വിമാനത്താവളത്തിലെ എയർ കസ്റ്റംസ് ഇന്റലിജൻസ് സൂപ്രണ്ട് ഫ്രാൻസിസ് കോടങ്കണ്ടത്തിന് സ്ഥലം മാറ്റം. കോഴിക്കോട് സെൻട്രൽ എക്സൈസ് ആസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യാനാണ് ഇദ്ദേഹത്തിന് നിർദ്ദേശം ലഭിച്ചത്. പുതിയ പോസ്റ്റിംഗ് ഇതിനുശേഷമായിരിക്കും. കോഴിക്കോട് ഓഫീസിൽ തന്നെയായിരിക്കും നിയമനമെന്നറിയുന്നു. ഇന്നലെ രാത്രിയാണ് കരിപ്പൂരിൽ നിന്ന് സ്ഥലം മാറ്റിയ നിർദ്ദേശം ഇയാൾക്ക് ലഭിക്കുന്നത്. കഴിഞ്ഞ 3-ന് ദുബൈയിൽ നിന്നെത്തിയ കാസർകോട് സ്വദേശി ഹക്കീം റൂബയെ കൈക്കൂലി നൽകാത്തതിന്റെ പേരിൽ ഫ്രാൻസിസ് മർദ്ദിക്കുകയും 7 മണിക്കൂറിലധികം എയർപോർട്ടിൽ ഭക്ഷണം നൽകാതെ പിടിച്ചുവെക്കുകയും ചെയ്തതായി ഹക്കീം റൂബ കരിപ്പൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു. ദുബൈയിൽ IT എഞ്ചിനീയറാണ് ഹക്കീം. കരിപ്പൂർ കസ്റ്റംസിൽ പ്രവാസികളെ പീഡിപ്പിക്കുകയും കൈക്കൂലി നൽകാതെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലും പ്രതിഷേധിച്ച് ഇതിനകം നിരവധി സംഘടനകൾ എയർപോർട്ടിലേക്ക് മാർച്ച് നടത്തിയിട്ടുണ്ട്. ഏതാനും സംഘടനകൾ ഈ മാസം അവസാന വാരത്തിൽ മാർച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാദിയഗ്നിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളെ, കൂർത്ത കൈകളാൽ അധർമ്മ കൊത്തളങ്ങളിൽ ഇടിമുഴക്കമിട്ട നാദങ്ങളെ, കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാദിയഗ്നിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളെ, കൂർത്ത കൈകളാൽ അധർമ്മ കൊത്തളങ്ങളിൽ ഇടിമുഴക്കമിട്ട നാദങ്ങളെ, വ്യർത്ഥഭാവക്കടലുകൾ ചുമന്ന ചിത്തങ്ങൾക്കു ധർമ്മബോധമിട്ട താരങ്ങളെ, ചീർത്തിടും യുവത്വമിൽ സധൈര്യമുയർത്തെത്തിടാൻ കരുത്തു നൽകിടും തിങ്കളെ. Fighting for the nation, way of the tradition, struggling for salvation, we are against vice. Fighting for the nation, way of the tradition, struggling for salvation, we are against vice.
കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാദിയഗ്നിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളെ, കൂർത്ത കൈകളാല ധർമ്മ കൊത്തളങ്ങളിൽ ഇടിമുഴക്കമിട്ട നാദങ്ങളെ. നന്മ തൻ സുഗന്ധിയായി പടർന്നിടും സുഗന്ധമായി, തിന്മയോടെ എതിർത്തു ശാന്തി മന്ത്രമോതും ഗീതമായി, ശൂരിതർ സ്വഹാബത്തിന്റെ വീര്യമുള്ള ശക്തി നാം, ധീരതയ്ക്കു പേരു കേട്ട ഉമർ ധീരമക്കൾ നാം, ശൂരിതരായി നിസ്വാർത്ഥരായി നബി വിരിച്ച പാതയിൽ ചരിത്തേ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. ജാതിയുടെയോ മതത്തിന്റെയോ ദേശത്തിന്റെയോ അതിർവരമ്പിൽ ഒതുക്കി അറബി ഭാഷയെ അവമതിക്കാൻ അനുവദിക്കില്ലെന്ന് അറബിക് ലാംഗ്വേജ് ഇംപ്രൂവ്മെന്റ് ഫോറം അലിഫ് ഇന്റർനാഷണൽ അറബിക് സമ്മിറ്റ്. അറബി ഭാഷ ഭാരത സംസ്കാരത്തിൽ മൊത്തത്തിലും കേരളീയ സംസ്കാരത്തിൽ പ്രത്യേകിച്ചും അവിഭാജ്യ ഘടകമാണ്. ന്യൂ ജനറേഷന്റെ പുരോഗതിയിൽ അറബി ഭാഷ വഹിക്കുന്ന പങ്ക് തള്ളിക്കളയാനാകില്ലെന്നും ലോക അറബിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ബോർഡ് ഓഫ് ഇന്ത്യയുടെ സഹകരണത്തോടെ ന്യൂഡൽഹിയിൽ നടന്ന സമ്മിറ്റ് അഭിപ്രായപ്പെട്ടു. അറബി പഠിതാക്കളും തൊഴിൽ അവസരങ്ങളും ഏറ്റവും കൂടുതലുള്ള കേരളത്തിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച അറബിക് സർവകലാശാലയും ഇഫ്ലു, അലിഗഡ് ഓഫ് ക്യാമ്പസുകളിൽ പ്രഖ്യാപിച്ച അന്താരാഷ്ട്ര അറബിക് സെന്ററുകളും നടപ്പിലാക്കുന്നതിൽ അലംഭാവമുണ്ടായാൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് അലിഫ് സമ്മിറ്റ് മുന്നറിയിപ്പ് നൽകി. ഇതിനുള്ള വിവിധ പദ്ധതികൾക്കും സമ്മിറ്റ് രൂപം നൽകിയിട്ടുണ്ട്. സമ്മിറ്റ് ബ്രൂണെ അംബാസഡർ ദാത്തോ പടുക്ക സിദ്ദീഖ് അലി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ അബു യാസിൻ ഹബീബി അധ്യക്ഷത വഹിച്ചു. 20ാം വാർഷികത്തിന്റെ ഭാഗമായി പരിഷ്കരിച്ച് പുറത്തിറക്കിയ അസ്സഖാഫ അറബിക് മാസികയുടെ പ്രകാശനം ദാത്തോ പടുക്ക നിർവഹിച്ചു. അറബി ഭാഷയും ഇന്ത്യൻ മദ്രസ പ്രസ്ഥാനവും എന്ന വിഷയത്തിൽ പ്രൊഫസർ AK അബ്ദുൽ ഹമീദ്, അറബി ഭാഷയ്ക്ക് ഇന്ത്യൻ സംഭാവനകൾ എന്ന വിഷയത്തിൽ ഡോക്ടർ മഖ്ബൂൽ അഹമ്മദ് സാലിക് മിസ്ബാഹി, അറബി ഭാഷ ആഗോളവൽക്കരണത്തിന് ശേഷം എന്ന വിഷയത്തിൽ അമീൻ ഹസൻ സഖാഫി എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. മൊറോക്കോ എംബസി കൾച്ചറൽ കൌൺസിലർ ഡോക്ടർ അഹമ്മദ് അൽ മസ്റൂഹി, യമൻ എംബസി സെക്രട്ടറി താജുദ്ദീൻ മുഹമ്മദ്, ഗുലാം റസൂൽ ന്യൂഡൽഹി, മുഹമ്മദ് ഖാൻ അസ്ഹരി, VM കോയ മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു. റിലീഫ് ആൻഡ് ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ RCFIയുടെ ആഭിമുഖ്യത്തിൽ അനാഥ കുട്ടികൾക്ക് മർക്കസ് ഓർഫൻ കെയർ ഫണ്ട് വിതരണം ചെയ്തു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ 200ഓളം കുട്ടികൾക്കാണ് 20 ലക്ഷത്തിലധികം രൂപയുടെ ഫണ്ട് വിതരണം ചെയ്തത്. പാലക്കാട്, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കൊല്ലം, മലപ്പുറം, വയനാട് ജില്ലകളിൽ നിന്നുള്ള അനാഥ വിദ്യാർത്ഥികളും അവരുടെ കുടുംബങ്ങളും ചടങ്ങിൽ സംബന്ധിച്ചു. മർക്കസ് റൈഹാൻ വാലി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മർക്കസ് ജനറൽ മാനേജർ C മുഹമ്മദ് ഫൈസി അധ്യക്ഷത വഹിച്ചു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ VC ജോസഫ് ഉദ്ഘാടനം ചെയ്തു. AC കോയ മുസ്ലിയാർ, ഉബൈദ് സഖാഫി, കുഞ്ഞുട്ടി മാസ്റ്റർ, മുഹമ്മദ് മാസ്റ്റർ, യൂസുഫ് നൂറാനി, റഷീദ് പുന്നശ്ശേരി തുടങ്ങിയവർ സംബന്ധിച്ചു. സ്നേഹമാണ് വിശ്വാസം എന്ന ശീർഷകത്തിൽ ജനുവരി 10 മർക്കസ് കോഴിക്കോട്ട് സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര മീലാദ് കോൺഫറൻസിന് രൂപമായി. മീലാദ് കോൺഫറൻസിന് മുന്നോടിയായി ജനുവരി 8, 9 തീയതികളിൽ പൂനൂർ മദീനത്തുന്നൂരിൽ അന്താരാഷ്ട്ര ദഅ്വാ കോൺഫറൻസ് മുൽത്തഖ 2016ഉം ജനുവരി 10 രാവിലെ 10 മണിക്ക് കാലിക്കറ്റ് ടവറിൽ പണ്ഡിത കോൺഫറൻസും നടക്കും. മുൽത്തഖ 2016ൽ അക്കാദമിക് കോൺഫറൻസ്, സസ്റ്റാൻഡീവോ, സ്റ്റുഡന്റ്സ് കൊളാരിയോ, യൂത്ത് എൻസെമ്പിൾ തുടങ്ങിയ പരിപാടികളാണ് നടക്കുന്നത്. നവലോകക്രമത്തിൽ ഇസ്ലാമിക സന്ദേശങ്ങൾ വിനിമയം ചെയ്യേണ്ട നൂതന മാർഗങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളായിരിക്കും പരിപാടിയിലെ മുഖ്യ അജണ്ട. ഇസ്ലാമിക പ്രബോധന രംഗത്ത് പ്രവർത്തിക്കുന്ന യുവ പണ്ഡിതർ, പ്രൊഫഷണലുകൾ, അധ്യാപകർ, ബിരുദാനന്തര ഗവേഷണ വിദ്യാർത്ഥികൾ എന്നിവരാണ് പ്രതിനിധികൾ. 10 ഞായറാഴ്ച കോഴിക്കോട് നടക്കുന്ന പണ്ഡിത കോൺഫറൻസിൽ വിദേശ പ്രതിനിധികൾക്ക് പുറമെ കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 200 പണ്ഡിതന്മാർ പങ്കെടുക്കും. വൈകിട്ട് 5 കോഴിക്കോട് കടപ്പുറത്ത് അന്താരാഷ്ട്ര മീലാദ് കോൺഫറൻസോടെ പരിപാടികൾ സമാപിക്കും. സമ്മേളനത്തിൽ അറബ് രാജ്യങ്ങൾക്കു പുറമെ ബ്രിട്ടൻ, ജോർദാൻ, തുർക്കി, റഷ്യ, യമൻ, ലിബിയ, അമേരിക്ക, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ആഗോള പ്രശസ്തരായ പണ്ഡിതരും പ്രബോധകരും സംബന്ധിക്കും. ധർമ്മപതാകയേന്തുക എന്ന സന്ദേശത്തിൽ SYS നടത്തിയ മെമ്പർഷിപ്പ് ക്യാമ്പയിനെ തുടർന്ന് നടക്കുന്ന മുസ്ലിം ജമാഅത്ത് രൂപവൽക്കരണവും SYS പുനഃസംഘാടനവും സോൺ തലങ്ങളിൽ നാളെ മുതൽ തുടക്കമാകും. വർദ്ധിച്ച ജനപങ്കാളിത്തവും സമൂഹ സ്വീകാര്യതയും കൊണ്ട് 6 പതിറ്റാണ്ടിലേറെ പ്രസ്ഥാനത്തിന്റെ ബഹുജന ഘടകമായി വർത്തിച്ച SYSനെ യുവജനങ്ങൾക്കിടയിലെ ധാർമ്മിക ശക്തിയാക്കി ഉയർത്തിയാണ് കേരള മുസ്ലിം ജമാഅത്ത് എന്ന ബഹുജന സംഘടന രൂപവൽക്കരിക്കുന്നത്. യൂണിറ്റ്, സർക്കിൾ ഘടകങ്ങൾ ഇതിനകം നിലവിൽ വന്നുകഴിഞ്ഞു. 73% മെമ്പർമാരെ അധികം അണിചേർത്ത് സംസ്ഥാനങ്ങളിൽ ഒന്നാമതെത്തിയ പാലക്കാട് ജില്ലയിൽ 168% പുതിയ മെമ്പർമാരെ ചേർത്തത് ചെർപ്പുളശ്ശേരി സോണിലാണ്.
6 സോൺ മുസ്ലിം ജമാഅത്ത് രൂപവൽക്കരണവും SYS പുനഃസംഘാടനവുമാണ് നടക്കുന്നത്. നാളെ ചെർപ്പളശ്ശേരി ഹാദിയ കോളേജിൽ ഉച്ചയ്ക്ക് 2-ന് സംസ്ഥാന ED ചീഫ് മുഹമ്മദ് പറവൂർ ഉദ്ഘാടനം ചെയ്യും. SYS സംസ്ഥാന ഉപാധ്യക്ഷൻ മാരായമംഗലം അബ്ദുറഹ്മാൻ ഫൈസി, ജില്ലാ സെക്രട്ടറി MV സിദ്ദിഖ് സഖാഫി, സുലൈമാൻ ചുണ്ടമ്പറ്റ, UA മുബാറക് സഖാഫി, PP മുഹമ്മദ് കുട്ടി മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുക്കും. ബുഖാരി സ്ഥാപനങ്ങളുടെ 28ാം വാർഷിക 4ാം സനദ്ദാന സമ്മേളന സ്വാഗത സംഘം രൂപീകരിച്ചു. ഫെബ്രുവരിയിൽ കൊണ്ടോട്ടി സഅദ നഗറിലാണ് സമ്മേളനം നടക്കുന്നത്. സ്വാഗത സംഘ രൂപവൽക്കരണ കൺവെൻഷൻ സയ്യിദ് മുഹമ്മദ് തുറാബ് സഖാഫി ഉദ്ഘാടനം ചെയ്തു. EK മുഹമ്മദ് കോയ സഖാഫി, അബൂ ഹനീഫൽ ഫൈസി, മുഹമ്മദ് പറവൂർ പദ്ധതി അവതരിപ്പിച്ച് പ്രസംഗിച്ചു. നരിക്കുനിയിൽ വാഹനാപകടത്തിൽ സജീവ സുന്നി പ്രവർത്തകൻ മരണപ്പെട്ടു. നരിക്കുനി തലയാട് സ്വദേശി മുഹമ്മദ് റാഫി പനോലിയാണ് മരണപ്പെട്ടത്. ഇന്ന് രാവിലെ 11 മണിയോടെയുണ്ടായ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ റാഫിയെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. 1 മണിയോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചായിരുന്നു മരണം. പൂനൂർ ഇശാത്തിൽ നിന്നും +2 പഠനം കഴിഞ്ഞ റാഫി ഈ വർഷമാണ് കാരന്തൂർ മർക്കസിൽ നിന്നും ITI പഠനം പൂർത്തിയാക്കിയത്. ഗ്രാഫിക് ഡിസൈനിങ്ങിൽ താൽപര്യമുള്ള റാഫി നരിക്കുനി ബൈത്തുലിസയിലെ സ്റ്റാഫാണ്. പാനൂർ തുവക്കുന്ന് കല്ലുമൽ പള്ളി മഹല്ല് ജമാഅത്ത് വൈസ് പ്രസിഡന്റും മുസ്ലിം ജമാഅത്ത് യൂണിറ്റ് വൈസ് പ്രസിഡന്റും സിറാജുൽ ഹുദ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ PTA പ്രസിഡന്റുമായ കാവിലത്ത് ഹമീദ് നിര്യാതനായി. 55 വയസ്സായിരുന്നു. ഇന്ന് രാവിലെ 8:30 തുവക്കുന്ന് കല്ലുമൽ പള്ളി ഖബർസ്ഥാനിൽ ഖബറടക്കി. പരേദിനുവേണ്ടി മയ്യിത്ത് നിസ്കരിക്കാൻ സുന്നി നേതാക്കൾ അറിയിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അറബി ഭാഷയെ അവമതിക്കാൻ അനുവദിക്കില്ലെന്ന് അലിഫ് ഇന്റർനാഷണൽ അറബിക് സമ്മിറ്റ്. സ്നേഹമാണ് വിശ്വാസം. മർക്കസ് കോഴിക്കോട്ട് സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര മീലാദ് കോൺഫറൻസിന് രൂപമായി. ഓൺലൈൻ സംവിധാനം പണിമുടക്കി. പാസ്പോർട്ടിന് അപേക്ഷിക്കാനാവാതെ ആയിരക്കണക്കിന് അപേക്ഷകർ. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഡൽഹിയിൽ. സന്ദർശനം വ്യക്തിപരമെന്ന വിശദീകരണം. വിദ്യാർത്ഥിനികൾക്ക് നേരെ അതിക്രമം. കാലിക്കറ്റ് സർവകലാശാലയിലെ 8 വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തു. നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയയും രാഹുലും കോടതിയിൽ ഹാജരായി. ജാമ്യം ലഭിച്ചു. കൈക്കൂലി ആരോപണം. കരിപ്പൂർ കസ്റ്റംസ് സൂപ്രണ്ടിനെ സ്ഥലം മാറ്റി. ധർമ്മപതാകയേന്തുക എന്ന സന്ദേശത്തിൽ നടക്കുന്ന SYS സോൺ തല പുനഃസംഘടനയ്ക്ക് നാളെ തുടക്കമാകും. മർക്കസ് ഓർഫൻ കെയർ പദ്ധതി 20 ലക്ഷത്തിന്റെ ഫണ്ട് വിതരണം ചെയ്തു. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC newstime@gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.